ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് മോത മീൻ കൊണ്ടൊരു അടിപൊളി മീൻ കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളിയും തക്കാളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്ത് വെക്കാം. തക്കാളി മിക്സിയിലിട്ട് അടിച്ച് മാറ്റി വെക്കാം. ഇനി കുറച്ച് കുടംപുളി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് മീൻ മസാലയൊന്ന് റെഡിയാക്കാം. അതിനുവേണ്ടി കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ പൊടികളെല്ലാം പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളെല്ലാം കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എല്ലാ കൂട്ടുകാരും വീഡിയോയ്ക്ക് അവസാനം വരെയൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയ്ക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് അതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ചതച്ച് വെച്ചിരുന്ന ചെറിയുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നല്ലതുപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ച് കുഴച്ച് വെച്ചിരുന്ന മസാല ഒരു മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പം നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ അടിച്ചെടുത്തുകൊണ്ട് വന്ന മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ കുറച്ച് നേരം നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ തിളച്ച് ഒന്ന് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് കൊടുത്ത ശേഷം ഇതും നല്ലതുപോലെ കുറച്ച് നേരം ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന പരുവാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിരുന്ന കുടംപുളിയും വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് തിളച്ച് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മോത മീൻ്റെ കഷ്ണങ്ങൾ വെട്ടി വൃത്തിയാക്കി മുറിച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ മീൻ കഷ്ണങ്ങളെല്ലാം കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് മീൻ കഷ്ണങ്ങളെല്ലാം കറിയിലൊന്ന് മുങ്ങിക്കിടക്കത്തക്ക വിധത്തിലാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇത് അടിയിലൊന്നും പിടിക്കാതിരിക്കാനാണ് ഇടയ്ക്ക് നമ്മളൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ അടച്ചു വെച്ചിട്ട് കുറച്ച് നേരമായി. നമുക്കിനി തുറന്ന് നോക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് കറിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉലുവാപ്പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 10-20 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം കറി ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മോത മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.